പട്ടാമ്പി നഗരസഭയിലെ നമ്പ്രം പ്രദേശത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന തടയണയുടെ കാര്യമാണ് പറയാനുള്ളത്. ആ തടയണ വളരെ കള്ളപ്പണിയാണ് ആ തടയണയുടെ പേരിൽ അവിടെ നടന്നിട്ടുള്ളത്. നിരന്തരം വിജിലൻസ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പിൾ എടുക്കാൻ ഇടക്കിടക്ക് വിജിലൻസും കാര്യങ്ങളും ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ അഴിമതി നമുക്കറിയാം. പുലാമന്തോളം ഒരു തടയണ ഇതുപോലെ പണിയെടുത്ത തലയണ ഒരു പ്രദേശത്താണ്ട് ഒലിച്ചു പോയ ഒരു സംഭവം നമ്മളെ മുന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തടയണയുടെ ഗതിയും വരാൻ പോകുന്നത്. കാരണം ആ കോൺട്രാക്ടറുടെ മാനേജറായിട്ട് ഒരു പാർട്ടിയിലുള്ള ആളാണ് അതിന്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നത്. ആ പാർട്ടി ആൾക്ക് MLA ആയിട്ടുള്ള ബന്ധം നമുക്കൊക്കെ അറിയാം. അപ്പൊ അത് ഏത് രീതിയിലാണ് അത് അങ്ങനെ കള്ളപ്പണി എടുക്കാനുള്ള സാഹചര്യം, ആ കോൺട്രാക്ടർക്ക് എങ്ങനെയാണ് ആ സമ്മർദ്ദം ഉണ്ടായത്, അതിന്റെ സാമ്പത്തിക ഉറവിടം, അത് ആരൊക്കെയാണ് കൈപ്പറ്റിയിട്ടുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അത് ശക്തമായിട്ടുള്ള ആ ഒരു പരിശോധന വിജിലൻസ് നടത്തിയാൽ അതിന്റെ ഫുള്ള് കള്ളത്തരങ്ങൾ പുറത്തു വരും. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ചാല് കീറി കിടങ്ങ് കീറിയിട്ട് സൈഡ് പടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും പടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് ചെയ്തിട്ട് അത് അങ്ങനെ ഈ മഴയത്ത് ഇപ്പൊ കുത്തി ഒലിച്ചു പോവുകയാണ്. നമ്പ്രം റോഡ് തന്നെ ഭാവിയിലേക്ക് അപ്രത്യക്ഷമാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്തിന് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെ ഇങ്ങനെ ഈ ഭരണ MLA ഈ ദുരന്തത്തിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അടിയന്തരമായിട്ട് ആ റോഡിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങുമെന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്റൈസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.